ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. ഞാൻ ഇന്ന് നമ്മുടെ തമ്പനിയിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ 10 കാര്യങ്ങൾ നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയാവാൻ, അതായത് ബ്രൈറ്റ് ആവാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന കാര്യമാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. 10 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 10 കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്ന ആൾ തന്നെയാണ്. ഞാൻ പല വീഡിയോസിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ പേപ്പേഴ്സിൽ നിന്നും പല ബുക്കുകളിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടിയ അറിവുകൾ കൊണ്ട് നമ്മൾ ശരിയാക്കി വെച്ചിരുന്ന 10 കാര്യം എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോൾ ഏതൊക്കെയാണ് 10 കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ കാര്യം, ഫസ്റ്റ് വൺ, മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുന്നോ അത്രത്തോളം വെള്ളം ദിവസം കുടിക്കാനായിട്ട് ശ്രമിക്കുക. 2 ലിറ്റർ എന്നാണ് ഒരു കണക്ക്. പക്ഷെ നമുക്ക് പറ്റുന്ന അത്രയും വെള്ളം കുടിക്കുക കേട്ടോ. അപ്പം എല്ലാവരും ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ ഓരോ ഗ്ലാസ് നമുക്ക് ദാഹിക്കുമ്പോൾ കുടിച്ചുകൊണ്ടിരുന്നാൽ രാത്രി ആകുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം 2 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അപ്പം വെള്ളം മാക്സിമം കുടിക്കാനായിട്ട് നോക്കുക. ഏതെങ്കിലും ഏലക്ക വെള്ളമോ ജീരക വെള്ളമോ മല്ലി വെള്ളമോ അങ്ങനെ ഏതെങ്കിലും വെള്ളം നമ്മൾ മാക്സിമം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം വെള്ളം കൂടിയാണ് ഫസ്റ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ പുറത്തിറങ്ങുമ്പോഴും നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒരു 10 മണി, രാവിലെ ഒരു 10 മണി 10:30 കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ എപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങിയതിൻ്റെ ആവശ്യമില്ല. ഒരു 10:30 ആയി കഴിഞ്ഞാൽ വെയിലായി. ഇപ്പോഴത്തെ ചൂടിൻ്റെ ഒരു തീവ്രത അറിയാലോ, ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മളൊരു 10:30 ശേഷം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് സൺസ്ക്രീൻ മുഖത്ത് തേച്ച് അതിൻ്റെ മുകളിൽ പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇറങ്ങുക. പിന്നെ പ്രത്യേകിച്ചും ഈ പറഞ്ഞ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിൽ നിൽക്കുമ്പോഴും സൺസ്ക്രീൻ ഇടണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് ഫോളോ ചെയ്യാറില്ല. ഞാൻ ചെയ്യാറില്ല കാരണം ഒന്നാമത് നല്ല ബ്രാൻഡഡ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നല്ല വിലയാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. അത് നമുക്ക് വീട്ടിനകത്ത് നിൽക്കുമ്പോഴും നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാനത് ചെയ്യാറില്ല. അപ്പം മാക്സിമം നല്ല വെയിലുള്ള സമയത്ത് 10 മണിക്ക് ശേഷം വെയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ സൺസ്ക്രീൻ നല്ലപോലെ യൂസ് ചെയ്തിട്ട് മാത്രം ഇറങ്ങുക. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, മോയ്സ്ചറൈസറിൻ്റെ ഉപയോഗം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ നന്നായിട്ട് കഴുകി കഴിഞ്ഞ് ഒരു ടോണറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറിൻ്റെ പേര് ഞാനൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, തൊട്ട് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം അത് തന്നെ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ആ നല്ല ബ്രാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതല്ല എങ്കിൽ നല്ല ബ്രാൻഡായിട്ടുള്ള വേറെ ഏതെങ്കിലും മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. അത് ഡെയിലി രാവിലെ യൂസ് ചെയ്യുക. അതും ക്വാണ്ടിറ്റി അധികം. മോയ്സ്ചറൈസർ എപ്പോഴും നമ്മൾ അധികം യൂസ് ചെയ്യണം നമ്മുടെ സ്കിന്നിലേക്ക്. അത് നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും നമ്മുടെ സ്കിന്നിന് റിങ്കിൾസ് ഒന്നും വരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഈ നാലാമത്തെ കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ക്യാബേജ് ഇതൊക്കെ നമ്മുടെ പച്ചക്കറികളുടെ സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുക. ഇപ്പം ചോറ് കഴിച്ചു കഴിഞ്ഞിട്ടോ ഇനി ചോറിൻ്റെ കൂടെയൊക്കെ ക്യാരറ്റ് തോരൻ, ബീറ്റ്റൂട്ട് തോരൻ അതൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. കാരണം ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലപോലെ ഗുണം ചെയ്യുന്നതാണ്. അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒരു നേരം വൈകുന്നേരം നമ്മൾ ഒരു സാലഡും ഫ്രൂട്ട്സൊക്കെ മാത്രമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ക്യാബേജ്, ക്യാപ്സിക്കം ഇതൊക്കെ അരിഞ്ഞ് ഇതിൽ ഉപ്പുപൊടിയും കുറച്ച് ഉപ്പുപൊടി, നാരങ്ങ നീര്, ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കൂടുതലും വൈറ്റമിൻ സി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ അത്രയും നല്ലത്. ഇനി അതല്ല, ഇപ്പോൾ ഓറഞ്ചിൻ്റെയൊക്കെ സീസണിൽ നമുക്ക് ആവശ്യത്തിന് വൈറ്റമിൻ സി നമുക്ക് കിട്ടും. കാരണം ഓറഞ്ച് ഇഷ്ടം പോലെ അതിൻ്റെ സീസൺ ആണല്ലോ. ഒരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒക്കെ ഓറഞ്ചിൻ്റെ സീസണാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് സീസണൽ ഫ്രൂട്ട്സ്, ഇപ്പോൾ കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഏതാണ്? മാങ്ങ, ചക്കയൊക്കെ ഇപ്പോൾ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ്. അപ്പോൾ സീസണൽ ഫ്രൂട്ട്സ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു ഡിന്നറായിട്ട് നമ്മൾ ഫ്രൂട്ട്സും സാലഡും ഉൾപ്പെടുത്തുക. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക. ഒരുപാടൊന്നും കഴിക്കില്ല. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒത്തിരി വിലയുണ്ട് അറിയാം. പക്ഷെ എന്നാലും കുറേശ്ശെങ്കിലും നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ദിവസവും ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. കുറച്ച് ബദാം, ഒരു 3 ബദാം അല്ലെങ്കിൽ ഒരു 3 പിസ്ത, ഒരു വാൾനട്ട്, ഒരു സ്പൂൺ ഉണക്കമുന്തിരി ഇതെല്ലാം നമ്മൾ ഡെയിലി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ മത്തങ്ങയുടെ കുരു ഉണക്കിയത് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ സൂര്യകാന്തിയുടെ അരി ഉണക്കിയത് വാങ്ങിക്കാൻ കിട്ടും. എല്ലാം കൂടി ഒരു 2 ടേബിൾ സ്പൂൺ എല്ലാം കൂടി ഞാൻ പറഞ്ഞു കേട്ടോ. അത് ദിവസവും രാവിലെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിക്കുക. ഇത് കഴിച്ചിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ അടിപൊളിയാക്കും കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സും സാലഡ്സും വെജിറ്റബിൾ സാലഡ്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിനൊപ്പം തന്നെ എല്ലാ ദിവസവും
പറ്റുമ്പോൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ABC ജ്യൂസ് കുടിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്. ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒരേ അളവിലും, ആപ്പിൾ അത്രയും അളവ് വേണമെന്നില്ല, ഒരു പകുതി ആപ്പിൾ ആണെങ്കിലും മതി. ബീറ്റ്റൂട്ടിൻ്റെ ഒരു കാൽഭാഗം, അതിൻ്റെ ക്യാരറ്റ് കുറച്ച് നമുക്ക് ഏതാണ് അതിന് കൂടുതൽ ഇഷ്ടം അങ്ങനെ ചേർക്കാം. എന്നാലും ഈ 3 അതിന് ഇൻവോൾവ് ആയിരിക്കണം. അതിൽ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട്, മധുരം വേണമെന്നില്ല, വേണമെങ്കിൽ 1 സ്പൂൺ തേൻ ആഡ് ചെയ്യാം. അത് എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോഴോ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, സാലഡ്സ്, അതേപോലെ ABC ജ്യൂസ് മസ്റ്റായിട്ട് എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമ്മൾ ഉപയോഗിക്കുക. 6ാമത്തെ കാര്യം, നമ്മൾ നല്ല നല്ല മീനുകൾ, വലിയ മീനുകളല്ല ഞാൻ പറയുന്നത്, മത്തി, അതുപോലെ അയില, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. ഇപ്പോൾ ഞാൻ സീ ഫുഡിനെ പറ്റി അങ്ങനെ അധികം പറയാത്തത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അറിയാലോ, കടലിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ മത്തിയും അയിലയും എല്ലാം നമ്മുടെ ഭക്ഷണം ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാക്കുക. കാരണം ഈ മത്തിയിലും അയിലയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ തൊലിക്കൊരു സിൽവർ കോട്ടിംഗ് ഉണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് നല്ല യങ്ങായിട്ടും അതുപോലെ നല്ല ഭംഗിയുള്ളതാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ അത് മറക്കാതിരിക്കുക. മത്തിയും അയിലയും എല്ലാം ഒരുപാട് മാക്സിമം കൂടുതലും കറി വെച്ച് കഴിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ വറക്ക് കൊടുത്തിട്ട് എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുക. എന്തായാലും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാക്കാനായിട്ട് ശ്രമിക്കണം. ഇനി 7ാമത്തെ കാര്യം ഓൾറെഡി ഞാൻ എൻ്റെ ബ്യൂട്ടി വ്ളോഗ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് ടൈപ്പ് നമ്മുടെ സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു മുഖം പളുങ്കു പോലെ എന്ന് പറഞ്ഞൊരു ഞാനൊരു ഫേസ് പാക്ക് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന രക്തചന്ദനവും കസ്തൂരി മഞ്ഞളൊക്കെ ഒരു അടിപൊളി ഒരു പാക്ക് ഉണ്ട്. അത് എല്ലാ ദിവസവും മസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ഈ 2 ദിവസം അല്ലെങ്കിൽ 1 തവണയെങ്കിലും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ അകത്തേക്ക് കഴിക്കുന്നതിനൊപ്പം തന്നെ ഇങ്ങനെയും കൂടി ആവുമ്പോൾ ഇതേപോലത്തെ ഒരു ക്രീം എപ്പോഴെങ്കിലും രാവിലെയോ വൈകുന്നേരമോ രാത്രി എപ്പോഴും നമുക്ക് സൗകര്യം എപ്പോഴാണ് അത് അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ ഒരു ചെറിയ രീതിയിലുള്ള ഫേസ് പാക്ക് മുഖത്തിടാനായിട്ട് ശ്രമിക്കുക. ഇനി 8ാമത്തെ കാര്യം, നമ്മൾ നന്നായിട്ട് നടക്കുക. രാവിലെയും അതുപോലെ വൈകുന്നേരവും ഏതെങ്കിലും ഒരു നേരം, രാവിലെ ഇപ്പോൾ നടക്കാൻ സമയമില്ലെങ്കിൽ വേണ്ട, വൈകുന്നേരമെങ്കിലും നടപ്പ് മസ്റ്റായിട്ട് എടുക്കുക. നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും അതുപോലെ നമ്മുടെ മനസ്സിനും അത് ഭയങ്കര ഒരു ഉന്മേഷമാണ് നൽകുന്നത്. നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയും ഒരു ഉന്മേഷമൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് പ്രതിഫലിക്കുകയും നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയും അതിൽ യങ്ങായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യുക. ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ, പുറത്തേക്ക് നടക്കാനൊക്കെ പോകാൻ സൗകര്യമില്ലാതെയും അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് വീട്ടിനെ പുറത്ത് ചെയ്യാൻ ശ്രമിക്കുക. വീടിനകത്ത് തന്നെ അടഞ്ഞുകൂടിയിരിക്കാതെ പുറത്തിറങ്ങി ഒരു എക്സസൈസ്, നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നമുക്കൊരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് അത് വളരെയധികം സന്തോഷവും അതേപോലെ തന്നെ നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുകയും ചെയ്യും. 9ാമത്തെ ഒരു പ്രധാന കാര്യം, വെള്ളം കുടിക്കുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അത് നമ്മളിപ്പോൾ ഏലക്കയുടെ വെള്ളമോ ജീരക വെള്ളമോ മല്ലിവെള്ളമോ ഏത് വേണമെങ്കിലും നമുക്ക് കുടിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു 2 ഗ്ലാസ് ചെറുനാരങ്ങ വെള്ളം മസ്റ്റായിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ലെമൺ. ചെറുനാരങ്ങയിൽ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വൈറ്റമിൻ സി ഉണ്ട്. പക്ഷേ ഓറഞ്ച് കിട്ടാത്ത സീസൺ ആണെങ്കിലും ഇനി കിട്ടുന്ന സീസൺ ആണെങ്കിലും വൈറ്റമിൻ സി, അതായത് നമ്മൾ ചെറുനാരങ്ങ ഇട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മൾ പതിവാക്കി എടുക്കുക. ഓറഞ്ചിൻ്റെ സീസൺ ആണെങ്കിൽ ഓറഞ്ച് കഴിച്ചോളൂ. അതിൻ്റെ ഒപ്പം തന്നെ 2 ഗ്ലാസ് ചെറുനാരങ്ങളും, അതുപോലെ വലിയ ഗ്ലാസ്സിൽ മധുരം തീരെ കുറച്ചിട്ട് 2 ഗ്ലാസ് ചെറുനാരങ്ങ വെള്ളം മസ്റ്റായിട്ട് കുടിക്കാനായിട്ട് മറക്കരുത്. ഇനി 10ാമത്തതും അതുപോലെ നമ്മുടെ ലാസ്റ്റത്തതുമായ നമ്മുടെ ഒരു ടെക്നിക്ക് എന്താന്ന് പറഞ്ഞാൽ, അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ബെസ്റ്റ് ടെക്നിക്ക് എന്ന് തന്നെ പറയാം. നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടൊന്ന് ചിരിച്ചിരിക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അത്ര ഒന്നും മനസ്സിലേക്ക് അങ്ങനെ എടുക്കേണ്ടാതെ, ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിട്ട് കളയുക. എല്ലാം മനസ്സിലേക്ക് എടുത്ത് അങ്ങോട്ട് ടെൻഷൻ അടിച്ച് ആ ഒരു പണിയെ അവസാനിപ്പിക്കാം. നമ്മൾ എന്ത് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളും അതുപോലെ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയോട് കൂടി അത് ഫേസ് ചെയ്യാം. നമുക്കെപ്പോഴും പ്ലസൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ ആരെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ചിരി, അത് നമ്മുടെ മനസ്സിന് അത് ഭയങ്കര സന്തോഷം നൽകും. ആ സന്തോഷം ഡെഫിനറ്റ്ലി നമ്മുടെ മുഖത്തിനും നമ്മുടെ സ്കിന്നിലേക്കും അത് പടരും. അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം വരും. എല്ലാ മനുഷ്യർക്ക് ജീവിതത്തിലും അതുണ്ടാവും. പക്ഷെ മാക്സിമം ആ പ്രശ്നങ്ങളൊന്നും ഹൃദയത്തിലേക്ക് എടുക്കാതിരിക്കുക. സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും പ്ലസൻ്റ് ആയിട്ട് ഒരു ചെറു പുഞ്ചിരി നമ്മുടെ മുഖത്ത് എപ്പോഴും വിരിയത്തക്ക രീതിയിൽ ഇരിക്കുക.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ 10 ടെക്നിക്സ് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളതുമാക്കി നിലനിർത്തി കൊണ്ടുപോകാനുള്ള 10 ടെക്നിക്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 10 ടെക്നിക്സും നിങ്ങൾ മാക്സിമം ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നും നല്ല മനോഹരമായ സ്കിൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം എൻ്റെ വ്യൂവേഴ്സ് ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ.